പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഏറാമല തുരുത്തിമുക്ക് എന്ന് പറയുന്ന പ്രദേശത്താണ്. അവിടെ 3-ാം വാർഡിൽ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അട്ടിമറി വെച്ച് കരസ്ഥമാക്കി. അതിൽ CPM എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനം ജനവിധി അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പുറകിൽ കാണുന്നത്. ഇതിലേറ്റവും പ്രയാസകരവും അതോടൊപ്പം അതിലേറെ പ്രതിഷേധാർഹവുമായ കാര്യം, പോലീസിന്റെ സാന്നിധ്യത്തിലാണ് ബോംബെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ഇത് അടിച്ചു പൊളിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ റൂം ഉൾപ്പെടെയുള്ളവരാണ് ഇവിടെ തകർത്തത്. അപ്പോൾ ആ തരത്തിലേക്ക് നമ്മുടെ മേഖലയിലെ ക്രമസമാധാനം തകർക്കുന്നൊരു സമീപനമാണ് CPM-ന്റെ നേതൃത്വത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒത്താശയോടുകൂടി ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ബസ് സ്റ്റോപ്പ് അത് കമ്പ കിട്ടി വലിക്കുകയാണ്. മറുഭാഗത്ത് പോലീസ് വണ്ടിയുണ്ട്, പോലീസിൽ ബസ് നിറയെ പോലീസുകാരുണ്ട്. ആ സമയത്തൊക്കെയാണ് ആ രീതിയിലേക്ക് ഈ അക്രമികൾ, അതും ഈ പ്രദേശത്തുള്ള ആളുകളൊന്നുമല്ല, പുറത്തുനിന്ന് വന്ന CPM-ന്റെ ഗുണ്ടകൾ ഈ രീതിയിൽ അക്രമത്തിന് നേതൃത്വം കൊടുക്കുകയും അതോടൊപ്പം തന്നെ പോലീസ് അതിന് ഒത്താശ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ഒരു വല്ലാത്തൊരു സാഹചര്യമാണ് ഏറാമല പോലെയുള്ള മേഖലയുള്ളത്. അപ്പൊ CPM അവരുറപ്പിച്ചൊരു വിജയം ജനങ്ങൾ അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, ജനവിധി അവർക്കെതിരായപ്പോൾ അക്രമം അഴിച്ചുവിട്ട് ജനങ്ങളെ ഭീതിയിലാക്കി അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ശ്രമമാണ് CPM നടത്തുന്നത്. ഈ CPM-ന്റെ ഈ ധിക്കാരപരമായ സമീപനത്തിൽ നിന്ന് അവർ പിന്മാറിയിട്ടില്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ വലിയ പരാജയം CPM നേരിടേണ്ടി വരും എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ആ തരത്തിലേക്ക് ജനദ്രോഹ ഗവൺമെന്റിനെതിരായിട്ട് വലിയ രീതിയിൽ ജനങ്ങൾ വലിയ ജനവിധി എതിരായി പ്രവർത്തിക്കുമ്പോൾ അതിനെ അക്രമത്തിൽ കൂടി നേരിടാമെന്നാണ് CPM ധരിക്കുന്നത്. ആ ധാരണ CPM-ന് വേണ്ട എന്ന് മാത്രമല്ല, ഇതിനും ജനങ്ങൾ കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കും. ഈ പ്രദേശത്തും അങ്ങനെ മറുപടി കൊടുത്തിട്ടുള്ള പാരമ്പര്യമുള്ള മേഖലയാണ്. ആ മേഖലയിൽ ഇപ്പോഴും CPM അക്രമത്തെ തന്നെയാണ് വീണ്ടും ഈ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാതെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഇന്ന് പോലീസ് സ്റ്റേഷൻ മാർച്ചുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള നിയമവിരുദ്ധമായി പ്രവർത്തനം നടന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അതിൽ നിന്ന് അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെ എതിരെ നടപടി സ്വീകരിക്കാം. അതോടൊപ്പം തന്നെ ഇനിയും ഇത്തരത്തിലുള്ള പ്രയാസങ്ങളും നാട്ടിലുണ്ടാക്കുന്ന ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് നമ്മുടെ നാട് മുന്നോട്ട് പോയിക്കൂടെ വളരെ സമാധാനപൂർവ്വം തന്നെ നേരിട്ട് മുന്നോട്ട് പോകണം. അപ്പോൾ ജനവിധി ഇപ്പോഴും അംഗീകരിക്കാൻ CPM തയ്യാറല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഏറാമല മേഖലയിലും അതേപോലെ വടകര പല മേഖലയിലും നടക്കുന്ന ഒരു എന്താ പറയുക, സ്ഥിരമായി CPM നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വൃത്തികെട്ട രാഷ്ട്രീയ സംസ്കാരം. അതിന് നമുക്ക് മാറ്റം വരുത്തിയേ മതിയാകും.